വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും ആസൂത്രണ പിഴവ് മൂലവും മാസങ്ങളായി നരകിക്കുകയാണ് ആലുവ പെരുമ്പാവൂർ KSRTC റോഡിലെ ജനങ്ങൾ. കുടിവെള്ള പൈപ്പിടാൻ പൊതുമരാമത്ത് നൽകിയ റോഡിൽ സമയബന്ധിതമായി പണി പൂർത്തീകരിക്കാൻ വാട്ടർ അതോറിറ്റിക്ക് കഴിയാത്തതാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കുവാൻ അധികാരികൾ ഇടപെടേണ്ടത് ഏറ്റവും ആവശ്യഘട്ടമായി മാറിയിരിക്കുകയാണ്. ആലുവയിൽ നിന്ന് ഹൈറേഞ്ചിലേക്കുള്ള പ്രധാന റോഡായ ആലുവ പെരുമ്പാവൂർ റോഡിന്റെ അവസ്ഥയാണ് നിലവിൽ ശോചനീയമായി തുടരുന്നത്. ഇരുവശവും പൈപ്പിടൽ ജോലികൾക്കായി വെട്ടിപ്പൊളിച്ചതിനാൽ പലയിടത്തും ടാറിങ്ങുള്ള ഭാഗം ഏതാനും മീറ്ററുകൾ മാത്രമായി ചുരുങ്ങി. ആലുവ തോട്ടുമുഖം മുതൽ ചാലക്കൽ പകലമറ്റം വരെയുള്ള 10 കിലോമീറ്റർ ഭാഗം നിറയെ കുണ്ടും കുഴികളുമാണ്. ഇരുചക്രവാഹന യാത്രക്കാരുൾപ്പെടെ നിരവധി ആളുകളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. കുടിവെള്ള പൈപ്പിടാൻ പൊതുമരാമത്ത് നൽകിയ റോഡിൽ സമയബന്ധിതമായി പണി പൂർത്തീകരിക്കാൻ വാട്ടർ അതോറിറ്റിക്ക് കഴിയാത്തതാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് ജനങ്ങളുടെ ആരോപണം. ഞങ്ങൾ എറണാകുളത്ത് വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ട് ഓഫ് എഞ്ചിനീയറെ പോയി കണ്ടു. എന്തുകൊണ്ടാണ് ഈ റോഡ് ഞങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി തരാതെ ഇങ്ങനെ കിടക്കണേന്ന് അറിയാൻ വേണ്ടി ഒരു അപേക്ഷയും വച്ചിരുന്നു. ഇവിടെ ഒരു ജനകീയ സമിതി രൂപീകരിച്ച് ഞങ്ങളൊരു 3-4 പേരെ പോയത്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ജനങ്ങളെല്ലാവരും ഒരുമിച്ച് ചെന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ PWDക്ക് കൈമാറ്റം കഴിഞ്ഞു എന്ന്. പക്ഷെ ഞങ്ങൾ നേരെ വന്ന് ഇവിടെ PWDയിലെ എഞ്ചിനീയറോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞത് ഇവിടെ പല കുഴികളും ഉണ്ട്, കുടിവെള്ളത്തിൻ്റെ ഉണ്ട്, ടാറിങ്ങിൻ്റെ ഉണ്ട്, ടെലിഫോണുണ്ട്, കൂടോത്രക്കല്ലുകളുണ്ടെന്ന് വരെ പറഞ്ഞു. അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഒരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രി കൂടോത്രക്കല്ലുകളാണ് ഒരു സ്റ്റേറ്റ് പാതയിൽ എന്ന് പറയുമ്പോൾ അതിനെ എന്താണ് അർത്ഥമാക്കിയിരിക്കുന്നതെന്ന് സർക്കാർ തന്നെ ഞങ്ങൾക്ക് മറുപടി പറഞ്ഞു തരേണ്ടി വരും. എന്നാൽ പൈപ്പിടൽ പൂർത്തിയായെങ്കിലും മഴ ആരംഭിച്ചതിനാൽ റോഡ് ഏറ്റെടുക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറായില്ലെന്നും റോഡ് തങ്ങളുടേതല്ലെന്നറിയിച്ച് പൊതുമരാമത്ത് വകുപ്പ് ബോർഡ് വെച്ചത് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ചോദ്യം ചെയ്തിരുന്നു. വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ പ്രവർത്തകർ ഈ റോഡ് കേരള വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയിരിക്കുന്നു. ഇത് ഞങ്ങളുടേതല്ല. ഈ റോഡ് മരാമത്ത് വകുപ്പ് ഒപ്പ് എന്നുവെച്ചാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. റോഡ് മോശമായി കിടക്കുന്നതിന്റെ ആക്ഷേപം കേൾക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറല്ലാത്തതുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് കൊണ്ട് ബോർഡ് വെച്ചിരിക്കുക. ഇത് ഞങ്ങളെ അല്ല, ഈ റോഡ് വാട്ടർ അതോറിറ്റിയുടെയാണ് എന്ന് റോഡ് വെക്കേണ്ട, അതാണ് കോർഡിനേഷൻ. പൈപ്പിടാനെടുത്ത കുഴിയിൽ മെറ്റലിട്ടുറപ്പിച്ച് പ്രൈം കോട്ടിംഗ് ചെയ്ത ശേഷം ജനുവരിയിൽ കൈമാറാമെന്നായിരുന്നു വാട്ടർ അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പിന് ഉറപ്പ് നൽകിയിരുന്നത്. എന്നാൽ ഇതുവരെയായും റോഡ് ഗതാഗത യോഗ്യമാക്കാനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കുവാൻ അധികാരികൾ ഇടപെടേണ്ടത് ഏറ്റവും ആവശ്യഘട്ടമായി മാറിയിരിക്കുകയാണ്. ഈ റോഡ് 10-13 വർഷമായിട്ട് പാച്ച് വർക്ക് മാത്രം നടത്തുന്ന റോഡാണ്. എല്ലാ കൊല്ലവും ഇതേപോലെ കുഴിയാണ് മഴയത്ത്. ആ സമയത്ത് ഒരു പാച്ച് വർക്ക് നടത്തി പോകും. അങ്ങനെ വലിയ ഇതില്ലാതെ പോകുന്ന സമയത്താണ് ഈ പ്രാവശ്യം ജലജീവൻ പദ്ധതിയുടെ ഇതും പറഞ്ഞ് 2 സൈഡും കുത്തിപ്പൊളിച്ചു. ഇപ്പം നിലവിലുള്ള ടാറിങ്ങും പോയി, വണ്ടികളെല്ലാം കംപ്ലൈൻ്റ് ആയി. ഒരു 50 എണ്ണിയ തീരില്ല, 50-ൽ പരം ആൾക്കാർ വീണിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരാളോട് മരിച്ചിട്ടുണ്ട്. ഒരു 10-20 പേരുടെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. പ്ലാസ്റ്റിക് നമ്മുടെ കൂട്ടുകാരന്മാരെ തന്നെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വണ്ടിയുടെ ആക്സിഡന്റ്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ നാട്ടുകാർ ആണ് ഒരു മിനി വണ്ടി കുഴി ചാടിയിട്ട് കയറിപ്പോയി. റോഡ് മൊത്തം ബ്ലോക്ക്. ന്യൂസ് ബ്യൂറോ, ആലുവ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം. ആലുവ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, റീ ഓപ്പണിംഗ് ഷോർട്ട്ലി. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.